ഷോറൂം കണ്ടീഷനിൽ നമുക്ക് വണ്ടി കിട്ടിയിട്ടുണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് 100K. അപ്പോൾ നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ വണ്ടി ഒന്ന് കുളിപ്പിച്ച് സുന്ദര കുട്ടപ്പനാക്കാം. അപ്പോൾ അതിനു മുന്നേ ഞാൻ നിങ്ങൾക്ക് നല്ലൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് 3Mൻ്റെ. ഏകദേശം ഒരു 110-120 രൂപ ആ റേറ്റേ ഉള്ളൂ. എന്നാലും ഇതിൻ്റെ ഗുണം എന്താ വെച്ചാൽ, നമ്മൾ ഈ കുളിപ്പിച്ച് വാഷിങ്ങൊക്കെ ചെയ്ത് ഇത് വെച്ചൊന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ എന്താണെന്ന് വെച്ചാൽ നല്ലൊരു സ്മൂത്ത് ആൻഡ് ഷൈനി ആയിട്ടുള്ളൊരു ഗ്ലോസിങ് കിട്ടും വണ്ടിക്ക്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി 350 റെബൽ ബ്ലൂ. അപ്പോൾ അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട്, നിങ്ങളുടെ മനസ്സിലാവും. പിന്നെ ടയറിൽ കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെയൊക്കെ ചളി പിടിച്ചിട്ടുണ്ട് നല്ല രീതിക്ക്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വാഷ് ചെയ്തെടുക്കണം. അതുപോലെ ടാങ്കിൻ്റെ ഇവിടെയൊക്കെ ഓരോ കുത്തുകളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് ആ 3Mൻ്റെ ആ വാസിൻ കൊണ്ട് തുടച്ച് റബ്ബ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് അത് വാഷ് ചെയ്യാം ആദ്യം. അപ്പോൾ ഗൈസ്, നമ്മുടെ വണ്ടി ഇവിടെ വാഷ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി ഇതൊന്ന് ഡ്രൈ ആവണം. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഇവിടെയൊക്കെ വാക്സിൻ പുരട്ടി റബ്ബ് ചെയ്ത് കൊടുക്കാം. എങ്കിൽ അതിൻ്റെ ഒരു ക്ലിയർനെസ് കിട്ടത്തുള്ളൂ. ഇതൊക്കെ നല്ല കണ്ണാടി പോലെതാവും അത് പുരട്ടി കഴിഞ്ഞ ശേഷം. അപ്പോൾ നമുക്ക് അതിന് ശേഷമുള്ള ഇത് ഒന്ന് ഡ്രൈ ആയ ശേഷമുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ വണ്ടി ഏകദേശം ഓൾമോസ്റ്റ് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ 3Mൻ്റെ പ്രൊഡക്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാം. ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യാൻ വേണ്ടി ഒരു മൈക്രോ ഫൈബറിൻ്റെ ഒരു ക്ലോത്തും കൂടെ വേണം. അപ്പോൾ നമുക്കിതെങ്ങനെ അപ്ലൈ ചെയ്യാൻ നോക്കാം. നമുക്കിത് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി ഇതിന്
കുറച്ച് ടച്ച് ചെയ്തിട്ട് ഇതേപോലെ ഇങ്ങനെ എല്ലായിടത്തും ഇതിൻ്റെ വാക്സിൻ പെട്ട് പിടിപ്പിക്കുക. ഇതിൽ വൈറ്റ് ഭാഗം വരുന്നിടത്തിൽ പിടിപ്പിച്ച് വെക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഇനി നമുക്കിത് അപ്ലൈ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്, ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ. ഇപ്പം തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമായിരിക്കും. നല്ലൊരു ഫിനിഷിങ് വന്നിട്ടുണ്ട്. നമ്മളെ കമ്പനി നിറക്കിയ അതേ ഫിനിഷിങ്ങിൽ ഷോറൂമിൽ നിന്ന് എങ്ങനെയാണ് വണ്ടി ഇറക്കിയത് അതുപോലെ ഫിനിഷിങ്ങിൽ നമുക്ക് വണ്ടി കിട്ടിയിട്ടുണ്ട്. ഇത്രയും നല്ല പെർഫെക്ഷനിൽ നമുക്ക് ഷോറൂമിൽ നിന്ന് എങ്ങനെയാണ് വണ്ടി ഇറക്കുന്നത് അതുപോലെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. വൈറ്റ് ഭാഗത്തുള്ള ആ കളറൊക്കെ പോയി നല്ല അടിപൊളിയായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ആ കറയൊക്കെ പോയിട്ട് അടിച്ച് പൊളിയായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ക്ലോസ് ചെയ്തിട്ടുള്ള എല്ലാ ഭാഗത്തും നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്ലൈ ചെയ്ത ശേഷം എന്തെങ്കിലും ക്ലീൻ ചെയ്തെടുത്താൽ നല്ല കണ്ണാടി നമുക്ക് കിട്ടും. അയ്യവ അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്ലൈ ചെയ്ത ശേഷമുള്ള ഒരു ഔട്ട്പുട്ടാണ്. പക്ക ഷോറൂം കണ്ടീഷനിൽ നമുക്ക് വണ്ടി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നല്ല അടിപൊളിയായിട്ട് നല്ല ഗ്ലോസി ഫിനിഷിങ്ങിൽ വണ്ടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെന്ന് ഇഷ്ടപ്പെടുന്നു. തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുറന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കിട്ടാൻ ബെല്ലൈക്കൺ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ
കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായി നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം. അതുവരേക്കും ബൈ.